ഹായ് ഹലോ. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻവിസിബിൾ സിബ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്കേർട്ടിൽ എങ്ങനെയാണ് സ്കേർട്ടിൻ്റെ ചെറിയൊരു പോർഷൻ ഓപ്പണായി കിടക്കുന്ന പോർഷൻ ഉണ്ടല്ലോ, അവിടെ എങ്ങനെ നമുക്കൊരു സിബ് വെച്ചിട്ട് അതിനെ ക്ലോസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ സിബ് എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതെന്ന് മാത്രമേ നമ്മുടെ ഈ ഒരു വീഡിയോയിലുള്ളൂ. അപ്പോൾ ഇൻവിസിബിൾ സിബ് ചെയ്യുമ്പോൾ എപ്പോഴും തിരിഞ്ഞു പോകുന്നൊരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഒന്ന് വച്ചിട്ട് ഒരു ഭാഗം വച്ചാലും അടുത്ത സൈഡ് ചിലപ്പോൾ തിരിഞ്ഞു പോവും ലോക്കാക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാതെ അതെങ്ങനെയാണ് ട്വിസ്റ്റ് ചെയ്യേണ്ടത്, ആ ഒരു ടെസ്റ്റിങ് മാത്രം നമുക്ക് നോക്കിയാൽ മതി. പിന്നെ അതെങ്ങനെ ഏത് രീതിയിലാണ് ഏതിലൂടെയാണ് അടിച്ചു പോകുന്നതെന്ന്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈ ഒരു സ്കേർട്ടിന് തേര് ഭാഗം വരുന്നത് ഒരു ഇഞ്ച് വലിപ്പത്തിലുണ്ടായിരുന്നു. അപ്പോൾ അത് മുഴുവൻ ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ തയ്യൽ തുമ്പായിട്ട് പോകുന്ന രീതിയിലാണ് ഞാൻ അളവെടുത്തത്. കാരണം അത് മാത്രം പ്രിൻ്റൊന്നും ഇല്ലാത്ത രീതിയിലായിരുന്നു വന്നിരുന്നത്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആ തേര് ഭാഗത്തിൻ്റെ എൻഡിൽ വെച്ചിട്ടാണ്, അതായത് തേര് ഭാഗം അവസാനിക്കുന്നത് എവിടെയാണോ അവിടെ നമ്മളൊന്ന് ട്വിസ്റ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് വച്ചിട്ട് നമ്മൾ ആദ്യം ഒന്ന് റഫായിട്ട് തയ്ക്കണം, പിന്നീടാണ് നമ്മൾ അതിൻ്റെ ഇടയിലൂടെ തയ്ക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ആദ്യത്തെ സൈഡൊന്ന് തയ്ച്ചിട്ടുണ്ട്. അതായത് അതിൻ്റെ അറ്റത്തൂടെ സിബ് അവിടെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സിബിൻ്റെ അടുത്തൂടെ നമ്മൾ സിബ് ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് അതിൻ്റെ അടുത്തൂടെ ചെയ്തിട്ടുണ്ട്. അടുത്ത സൈഡ് നമ്മളെങ്ങനെ തയ്ക്കുന്നതെന്ന് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര ലെങ്ത്തിലാണോ സിബ് വേണ്ടത്, ആ ഒരു ഓപ്പണിങ് ഒരു 7 ഇഞ്ചോ ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്രയും നമ്മൾ സിബ് തയ്ച്ച് പിടിപ്പിക്കണം. എന്നിട്ട് നമ്മൾ അടച്ചു നോക്കുമ്പോൾ സിബിലേക്ക് കയറി സ്റ്റിച്ചിങ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് സിബ് അടയ്ക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഒരടുപ്പ് അടിച്ചിട്ട് അടച്ചു നോക്കുക, എന്നിട്ട് വീണ്ടും രണ്ടാമത് അടിക്കുക, അല്ലെങ്കിൽ വീണ്ടും അഴിക്കണം. അപ്പോൾ അത് ഒഴിവാക്കാമല്ലോ നമുക്ക്. അപ്പോൾ ഒന്ന് അടച്ചു നോക്കുക. ഇപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. തുണിയോ എക്സ്ട്രാ സിബിൻ്റെ അവിടെ വന്ന് നിൽക്കുന്നില്ല. സിബ് നല്ല രീതിയിൽ തന്നെ അടയുന്നുമുണ്ട്. പിന്നെ അടുത്ത സൈഡിലും നമ്മൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതിയാവും. അപ്പോൾ ഞാനത് കാണിക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയാണ്. ഇത് നോക്കി ചെയ്താൽ മതി. അപ്പോൾ ഒരു റഫായിട്ടുള്ളൊരു സ്റ്റിച്ച് ആദ്യമേ സിബിൻ്റെ അറ്റത്തേക്കൂടെ, അതായത് സിബ് അടയുന്നതിൻ്റെ അല്ല അപ്പുറത്തെ അറ്റത്തേക്കൂടെ ഇട്ടിട്ട് പിന്നെ നല്ല സ്റ്റിച്ചുകൾ ഇട്ട് കൊടുക്കുക. 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകില്ല. എപ്പോഴും നമ്മൾ എന്ത് തയ്ക്കുമ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. പിന്നെന്താ, കെട്ടിട്ട് തുടങ്ങുക. അപ്പോൾ സിബ് എപ്പോഴും ഒന്ന് ട്വിസ്റ്റ് ചെയ്യണം. ഇത് ഞാനിപ്പോൾ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇമ്പാക്റ്റ് എന്തായാലും ഉണ്ടാവില്ല പറഞ്ഞു വരുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. സിബിൻ്റെ അടയുന്ന പോർഷൻ ഉണ്ടല്ലോ, അങ്ങനെ ആ നല്ല വശത്തിൽ തന്നെ ഒന്ന് തിരിക്കും. അങ്ങനെ തിരിച്ച് കഴിയുമ്പോഴാണ് നമുക്കത് അടയ്ക്കുമ്പോൾ നല്ല രീതിയിൽ കിട്ടുക. അപ്പോൾ ഇപ്പം ഞാൻ അടുത്ത പോർഷനിൽ ഞാൻ പിന്നൊന്നും കുത്തുന്നില്ല കേട്ടോ, നേരെ അങ്ങ് വയ്ക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ സ്കേർട്ടിൻ്റെയൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ചുരിദാറുമോ അല്ലെങ്കിൽ ക്രോപ്പ് ടോപ്പോ അങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധയോടെ വേണം ചെയ്യാൻ. അപ്പം നമ്മൾ ഇതുപോലെയുള്ള കുറച്ച് വീഡിയോസും അതുപോലെ തന്നെ ഡ്രസ്സസിൻ്റെയും ഒക്കെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കാണുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ നമ്മൾ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്താൽ മതിയാവും. പിന്നെന്താ, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക. പിന്നെ പുതിയൊരു തുടക്കമാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനകളും ഒക്കെ നമുക്ക് വേണം. ചെറിയ ചെറിയ വീഡിയോസ് സ്റ്റിച്ചിങ്ങിൻ്റെ ആയിട്ടും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തയ്ച്ചിട്ടുള്ള കുറച്ച് ഡ്രസ്സ് കാണിച്ചിട്ടുണ്ട്. നമ്മൾ കൂടുതലും കിഡ്സിൻ്റെ ഡ്രസ്സാണ് തയ്ക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
അഫോർഡബിൾ ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് ഒന്ന് എന്താ പറയുക മെസ്സേജ് അയച്ചാൽ മതിയാവും. ഓക്കെ, അപ്പം നമ്മളിതാ ഇതിൻ്റെ സൈഡിലൂടെ അടിച്ചു. ഇപ്പോൾ 2 വശത്തും ഒരേ ലെങ്ത്തിൽ തന്നെ നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ലോക്കാക്കി നോക്കുക. ലോക്കാക്കി കഴിയുമ്പോൾ ദാ ഇങ്ങനെയാണ് നമ്മൾ കിട്ടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.